ചോദ്യങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ഇൻ്റർവ്യൂകളിലൂടെ നമ്മൾ കാണുകയാണ്. അദ്ദേഹം മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂകൾ നൽകുന്നു. ഏറ്റവും ആദ്യം അത് മോഹൻലാലിലൂടെ നിറവേറ്റി. അതിലൊക്കെ പുഞ്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചോദ്യങ്ങളെ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ, അങ്ങനെയായിരുന്നു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അതാ കൊന്നിയിലൊരു യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കേൾവിക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരുന്നു. ഒരു ചോദ്യമുണ്ട് എന്നാണ് ഒരാൾ ചോദിക്കുന്നത് മുഖ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇദ്ദേഹം നൽകുന്ന മറുപടി എന്ന് പറയുന്നത് അതങ്ങ് വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇത് കൃത്യമായിട്ടൊരു PR സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നാണ്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രിക്ക് നമ്മൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ തനി സ്വഭാവം വെളി വരും. എനിക്ക് തോന്നുന്നത് തനി സ്വഭാവം വെളി വന്നതാണ്. കാരണം പണ്ട് കൊല്ലം RSP നേതാവ് NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത് നമുക്കറിയാം. അതിനുശേഷം ഇപ്പോൾ അമ്പലപ്പുഴയിൽ G സുധാകരനെ തെറ്റ എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തി സുധാകരനെതിരെ. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ കോന്നിയിലെ യോഗത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ശ്രോതാവ് എന്തോ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ചോദിച്ച ആളെ യഥാർത്ഥത്തിൽ CPM പ്രവർത്തകനാണ്. അയാളുടെ പേരൊക്കെ ഇപ്പം മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദാസ് P ജോർജ് എന്നാണ്. കോന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് ഈ മീറ്റിംഗ് നടന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ഗൗതം പറഞ്ഞ പുള്ളി ഒരു ശക്തനായ ആളാണ്, നോ നോൺസെൻസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഒരു ഭാഗത്തൂടെ അദ്ദേഹം സൗമ്യനാണ്, മറുഭാഗത്തൂടെ അദ്ദേഹം ശക്തനുമാണ്. ഇപ്പം പണ്ടേതോ ഉള്ളൂരിന്റെ കവിതകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ പൂവിനേക്കാളും മൃദുലവും കല്ലിനേക്കാൾ കഠിനവുമായ ഹൃദയമുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, അയൺ ഹാൻഡ് ഇൻ എ വെൽവെറ്റ് ഗ്ലൗ എന്ന് പറയും. അതായത് പുറത്തൊരു വെൽവെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും ഉള്ളിൽ ഒരു ഇരുമ്പിന്റെ കൈയാണ്. അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഈ ശ്രോതാവിന്റെ ചോദ്യം തെറ്റിദ്ധരിക്കുകയായിരുന്നു. കാരണം ഇന്നലെ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു നിരീക്ഷണം നടത്തി, ഒരു പ്രസ്താവന നടത്തി. അതായത് നിർമ്മല സീതാരാമൻ പറഞ്ഞു, കേരളത്തിന് അനുവദിച്ച 311.95 കോടി രൂപ നഷ്ടപ്പെടുത്തി, ലാപ്സാക്കിയെന്ന് പറഞ്ഞു. അതെന്താണ്? കേരള നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയാണ് സംസ്ഥാനം ലാപ്സാക്കി. ഇപ്പോൾ ഇതിൽ പ്രത്യേകം അവർ പറയുന്നുണ്ട്, വയനാടിന് വേണ്ടി ഇതിൽ 72 കോടി രൂപ ഉണ്ടായിരുന്നു. ആ 72 കോടി രൂപയും ഏതാണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം കേരളം ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുക്കില്ല. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ ഇടത് സർക്കാരിൻ്റെ നിലപാട്, കേന്ദ്രം തരുന്ന പൈസ എങ്ങനെ ചെലവാക്കിയെന്ന് അവർ ചോദിക്കാൻ പാടില്ല. അതൊക്കെ ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെലവാക്കും. ഞങ്ങൾ ചോദിക്കുന്ന ഒരു പൈസ റൊക്കം ഇങ്ങ് തന്നാൽ മതി. ആ പണി ഇപ്പം നടക്കത്തില്ല. കേന്ദ്ര സർക്കാർ പ്രൊജക്റ്റ് വൈസായിട്ടേ സഹായം അനുവദിക്കത്തുള്ളൂ. ആ പ്രൊജക്റ്റ് വൈസായിട്ട് സഹായം അനുവദിക്കുമ്പോൾ ഇത് ഓരോന്നിനും എങ്ങനെ ചെലവാക്കി, മുൻപ് അനുവദിച്ച തുക പ്രോജക്റ്റുകൾക്ക് ചെലവാക്കിയതിൻ്റെ ഡീറ്റെയിൽസും പുതുതായിട്ട് തുക അനുവദിക്കുന്നതിന് മുമ്പ് കേന്ദ്രത്തിൽ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പുതുതായിട്ട് അനുവദിക്കത്തില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അസ്വസ്ഥതയാണ്. കാരണം അവർക്ക് വേണ്ടത് പൈസ ചാക്കിൽ കെട്ടി തരിക, ഞങ്ങളത് പാർട്ടിക്കാർക്ക് കൊടുക്കും. അതായത് പിണറായി സർക്കാരിന് വേണ്ടത് പാർട്ടി പ്രവർത്തകർക്കും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ വീതം വെച്ച് കൊടുക്കണം ഈ പൈസ. ആ പൈസ അങ്ങനെ കൊടുക്കാൻ കേന്ദ്രം തരുന്നുമില്ല. അതിലുള്ള ഒരു കൊതിക്കറിവ്. അപ്പൊ ഇത് നിർമ്മല സീതാരാമന്റെ പ്രസ്താവന ഇന്നലെ വന്നു. അപ്പോഴാണ് ഇന്നലെ അതിനുശേഷമാണ് ഈ പൊതുയോഗത്തിൽ ഈ ചോദ്യം ഉണ്ടായത്. അവിടാണ് പിണറായി തെറ്റിദ്ധരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ചോദിക്കാൻ പോകുന്നത് നിർമ്മലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണോ
പിണറായി പറഞ്ഞ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. സാർ ഇത് അതിന് തൽക്കാലം ഇദ്ദേഹത്തിന് മറുപടിയില്ല. അത് കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ വൈകല്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു ഭീതിയിൽ നിന്നാണ് പിണറായി ഇത് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു തോന്നല്. ചോദ്യം ചോദിച്ചു. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ട് പലരും പറയുന്ന ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പ്രായത്തിലും വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലൊക്കെ നമ്മളത് കാണുകയും ചെയ്തു. അത് വലിയൊരു നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അതൊരു ശരിയുമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വളരെ ധാർഷ്ട്യത്തോടു കൂടി ഇങ്ങനെ ഒരു ചോദ്യത്തെ നേരിടാൻ പറ്റാത്തൊരു എന്നുള്ളത് അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരും. അതൊരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം തന്നെ ആയിരിക്കില്ല, കാരണം അതുകൊണ്ട് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവില്ലേ? അല്ല, അതിന്റെ ബോധപൂർവ്വ ശ്രമമല്ല ഞാൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. അപ്പൊ ഇന്നലെ പിന്നെ രാവിലെ നിർമ്മലാ സീതാരാമൻ വെളിപ്പെടുത്തിയ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണോ എന്ന് ആശങ്കയുണ്ടായി കാണും. സ്വാഭാവികമായിട്ടും അതിന് മുൻകൂട്ടി പ്രതിരോധിച്ചു. പിന്നെ ഈ പിണറായി വിജയൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 76 വയസ്സല്ലേ ഉള്ളൂ. അത്ര വലിയ പ്രായമൊന്നുമില്ല രാഷ്ട്രീയത്തിലെ. 76 77 അത് അത്ര വലിയ ഒരു പ്രായമല്ല. ഞാനൊരു വസ്തുത പറയാം. വി എസ് അച്യുതാനന്ദൻ 88-ലും 90-ലും ഒക്കെ എത്രയോ ശക്തമായിട്ട് സംസാരിക്കുമായിരുന്നു. കെ കരുണാകരൻ 82-ാമത്തെ വയസ്സിൽ അതിമനോഹരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ 82-ാം പിറന്നാളിനോടനുബന്ധിച്ച അദ്ദേഹത്തിന്റെ ഒരു സ്വീകരണ യോഗം ഒരുക്കി. ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹത്തിന്റെ എതിർ ഗ്രൂപ്പുകാരനായ ഡോക്ടർ എം എ കുട്ടപ്പനായിരുന്നു അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു. ഞാൻ ആ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, തുടക്കത്തിൽ കരുണാകരന് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. പക്ഷെ പിന്നീട് പ്രസംഗം തുടങ്ങിയ ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ കണ്ടപ്പോഴത്തേക്ക് കരുണാകരൻ വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചു. കരുണാകരൻ ഒരു ഓർമ്മക്കുറവും പറഞ്ഞിട്ടില്ല. കരുണാകരൻ മരിക്കുന്നിടം വരെ സംസാരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിവരക്കേടും അദ്ദേഹം വിളിച്ച് പറയില്ല. പിന്നെ കെ മാണി അങ്ങനെ വല്ലതും പറയുമായിരുന്നു? ഒന്നും പറയില്ലായിരുന്നു. അവസാനം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. ജോസ് കെ മാണി പുള്ളിയെ പിന്നെ കഴുത്തിന് പിടിക്കുവോ എന്തൊക്കെയോ അദ്ദേഹം വളരെ മോശമായിട്ട്, ഞാൻ ആ അക്ഷരാർത്ഥത്തിലല്ല പറഞ്ഞത്, ആ ഒരു രീതിയിൽ മോശമായിട്ട് ജോസ് കെ മാണിയുടെ അടുക്കെന്ന് സ്വന്തം പിതാവിന് നേരെ പെരുമാറ്റം ഉണ്ടായെന്ന് പി സി ജോർജിനെ പോലുള്ളവർ പറയാറുണ്ട്. എന്തോ പക്ഷെ കെ മാണി വളരെ ശക്തമായി സംസാരിക്കുകയായിരുന്നു. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ പിണറായി വിജയനെ സത്യം പറഞ്ഞാൽ അദ്ദേഹം നടക്കുന്ന കണ്ടാൽ ഇപ്പൊ ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ കൂനിക്കൂടിയാണ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിശക്തി അതൊന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. 76 വയസ്സുള്ള നരേന്ദ്രമോദി എത്ര ശക്തമായിട്ടാണ് അദ്ദേഹത്തിന് ദൗർബല്യത്തിന്റെ ഒരു ലാഞ്ചന പോലും നരേന്ദ്രമോദിക്കില്ല. രാജ്നാഥ് സിംഗ്, ഇവരൊക്കെ ആ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മുൻ ഗവർണറായിട്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുണ്ടല്ലോ, അവർക്ക് പ്രായം ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. കാരണം അവരുടെ ബുദ്ധി, ഈ സാധാരണ അൽഷൈമേഴ്സ് ഒക്കെ വരുന്നത് നമ്മൾ വായന, പഠനം, ചിന്ത ഇതൊന്നും ഇല്ലാതിരിക്കുന്നവർക്കാണ്. സദാ പ്രവൃത്തി കർമ്മനിരതരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ള ബുദ്ധിക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പം ഉണ്ടാകാറില്ല. എന്താ ചോദിക്കാൻ വന്നതല്ലോ? ഈ ഒരു പ്രയോഗത്തെ പോലും ഇപ്പം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഒരു ചോദ്യം ഉയരുമ്പോൾ, അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ അതിന് പോലും നമ്മുടെ സൈബർ ഇടങ്ങളിൽ വലിയ കയ്യടി ലഭിക്കുകയാണ്. കാരണം എന്തിനാണ് ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അവർക്ക് ഇത്തരത്തിലുള്ള മറുപടി തന്നെയാണ് വേണ്ടത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉറപ്പാണ്, കരുതലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊരു ബ്രാൻഡ് ബിൽഡിംഗ് ഇതിലൂടെ സാധ്യമാവില്ലേ? അല്ല, മൊത്തത്തിൽ പിണറായി വിജയൻ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് PR എക്സർസൈസിന്റെ ഒരു പ്രോഡക്റ്റാണ്. അത് സംശയമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പണ്ട് കടക്ക് പുറത്തുനിന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് കേറി പാടാ മക്കളെ എന്ന് പറയിക്കുന്നു. പക്ഷേ ഇതൊക്കെ കൊണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? എൻ്റെ ഒരു ചോദ്യം, നമ്മളിപ്പം ഈ ചെമ്പിന് മുകളിൽ സ്വർണം പൂശിയാൽ കുറച്ച് നാളത്തേക്ക് സ്വർണത്തിന്റെ ഒരു തിളക്കമൊക്കെ ചെമ്പ് കാണിക്കും. പക്ഷെ ഒടുവിൽ ചെമ്പും സ്വർണവുമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ധാർഷ്ട്യവും അതുപോലെ താൻ പോരുമയും അസഹിഷ്ണുതയും ഒക്കെ, സത്യം പറഞ്ഞാലേ ഞാനിത് ആലോചിക്കുമ്പം പിണറായി സത്യത്തിൽ CPM-ന്റെ മറ്റു നേതാക്കന്മാരെക്കാൾ ഭേദമാണ്. ഈ VS അച്യുതാനന്ദൻ സ്നേഹത്തോടുകൂടി ഗൗരിയമ്മയോട് പറഞ്ഞിട്ടുള്ള 1-2 പ്രയോഗങ്ങളുണ്ട്. അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
എം മണി സംസാരിക്കുന്നത് വല്ല വിവരവുമുണ്ടോ? എം മണി എത്ര പിന്നെ മോശമായ പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, എത്ര പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ CPM വധിച്ചു എന്ന അർത്ഥം വരുന്ന പ്രസ്താവനകൾ വരെ അദ്ദേഹം നടത്തി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ഒരു പ്രസംഗങ്ങൾ അവർ നടത്തുമ്പോൾ അത് പ്രശ്നമില്ല, മറ്റുള്ളവർ നടത്തിയാൽ അവർ കേസെടുക്കും. അങ്ങനെയൊക്കെ ഉള്ളത് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പൊ പിണറായി വിജയൻ സത്യം പറഞ്ഞാല് ഈ തൻ്റെ മുൻഗാമികളെക്കാൾ വളരെ ഭേദമാണ് അദ്ദേഹം എന്നാണ്. അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ ധാർഷ്ട്യമേ ഉള്ളൂ. മറ്റവർ പലരും, അദ്ദേഹത്തിന്റെ മുൻഗാമികളിൽ പലരും ശുദ്ധ ഭീഷണികളും അതുപോലെ മറ്റു രീതിയിലുള്ള ഒരുപാട് എന്താണ് ഈ അസംബന്ധങ്ങളും ഒക്കെ പറയുമായിരുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണങ്ങളുണ്ട് ഒരുപാട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പം ഇതൊരു പാർട്ടി പിന്തുടരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിണറായി എന്നൊരു വ്യക്തിയുടെ കുഴപ്പമായിട്ടല്ല ഞാനിത് കാണുന്നത്. പാർട്ടി ഇങ്ങനത്തെ സംസ്കാരം പലപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ എതിരാളികളെ പിന്നെ വളരെ മ്ലേച്ഛമായിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുക, കള്ളം പറയുക. ഇപ്പൊ നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പോയാൽ CPM എതിരെ നമ്മുടെ ഇരുന്നാൽ അവർ കള്ളം പറയും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പച്ചക്കള്ളം പറയും. അതായത് ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നെങ്കിൽ ആ വാർത്ത അങ്ങനെ വന്നിട്ടില്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അവർ പറയും. ഇത് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്. അത് പിന്നെ നമുക്കവിടെ അവർക്ക് അതിനകത്തുള്ള ഒരു ഗുണം, ആങ്കറെ അവർ സ്വാധീനിക്കും. ആ ആങ്കറെ സ്വാധീനിച്ചിട്ട് നമുക്ക് പിന്നീട് അവർ സമയം തരത്തില്ല. നമ്മൾ പറഞ്ഞ മുഴുവൻ പച്ചക്കള്ളമാണെന്ന് പറയും. അങ്ങനെ ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലരെങ്കിലും വിചാരിക്കും അപ്പൊ ഇയാള് അങ്ങനെ ചുമ്മാ അങ്ങനെ പറയുന്നു. ഇത് ഒരു ബോധപൂർവമായ ഒരു തന്ത്രമാണ്. ഇവിടെ പിണറായി പറഞ്ഞ പോലെ ഈ പാർട്ടി പിന്തുടരുന്ന നിലപാടുകളും തന്ത്രങ്ങളും അതുപോലെ ഇപ്പോഴത്തെ PR ഏജൻസിയുടെ പിന്നെ അദ്ദേഹത്തിന് ഉള്ള ഒരു വെള്ളപൂശലുകളും അതുപോലെ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദാസ് P ജോർജ് എന്ന ഒരു CPM മെമ്പറാണ്, പാർട്ടി മെമ്പറാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ പിണറായിക്ക് അതൊരു പിന്നെ രാഷ്ട്രീയ എതിരാളി ഉന്നയിച്ച ഒരു എന്താണ് ഒരു ഡിലേയിങ് ടാക്ടിക്സ്, അല്ലെങ്കിൽ ഈ പ്രസംഗത്തെ വഴിതിരിച്ചു വിടാനോ പിണറായിയെ അപമാനിക്കാനോ ഒരു രാഷ്ട്രീയ എതിരാളി ചോദിച്ച ചോദ്യമാണെന്നൊന്നും പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. പകരം സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് പിണറായി കാണിച്ച അസഹിഷ്ണുത. പിന്നെ അദ്ദേഹത്തിനെ ഈ പിന്നെ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്. ചിലപ്പോഴേ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റൊരു മിടുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അദ്ദേഹത്തിനെ ഇപ്പം പിണറായിയെ പോലുള്ള ഒരു കരുത്തനെയാണ് വേണ്ടത്. കണ്ടില്ലേ, അദ്ദേഹം അനാവശ്യ ചോദ്യം ഒരാൾ ചോദിച്ചപ്പോൾ അവനെ നിലയ്ക്ക് നിർത്തിയില്ലേ എന്നൊക്കെ പറയുന്ന കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഈ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നാടാണ് കേരളം. അപ്പോൾ പിണറായി എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റല്ല, അതിന്റെ പിന്നിൽ ഒരു ശരിയുണ്ട്. ആ ശരി എന്ന് പറയുന്ന സത്യാനന്തര ഒരു കാലഘട്ടമാണിത്. ആ സത്യാനന്തര കാലഘട്ടത്തിൽ കള്ളവും ഇല്ല, സത്യവും ഇല്ല. കള്ളം ചിലപ്പോൾ സത്യമാവും, സത്യം ചിലപ്പോൾ കള്ളമാവും. പച്ചക്കള്ളം വിളിച്ചു പറയും, അത് പിന്നെ സത്യമായിട്ട് വരും. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അയാള് പറയാത്ത കാര്യം ഇപ്പൊ ഇറാനുമായിട്ട് ചർച്ച ചെയ്തില്ല, പക്ഷെ ചെയ്തു എന്ന് ട്രംപ് അങ്ങ് പറയും. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ മധ്യസ്ഥനായില്ല, പക്ഷെ ആയി എന്ന് അയാൾ അവകാശപ്പെടും. അപ്പം സമൂഹത്തിനെ മുഴുവൻ ഒരു സംശയത്തിന്റെ ഒരു പുകമറ സൃഷ്ടിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഗൂഢശ്രമം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രതിസന്ധി എന്താണെന്നറിയോ, ഈ വ്യക്തികൾ തന്നെ കുറെ കഴിയുമ്പോൾ അവർക്ക് സത്യവും കള്ളവും തിരിച്ചറിയാൻ പറ്റില്ല. അവര് ചിലപ്പം കള്ളത്തെ സത്യമായിട്ട്, സത്യത്തെ കള്ളമായിട്ടും ഒക്കെ അവർ തിരിച്ചറിയും, അവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ധരിക്കും. ഇവിടെ പിണറായി ഇപ്പോൾ ഈ ചെയ്തത്, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ വെള്ളപൂശി നല്ല ഒരു മാന്യനായിട്ട് അല്ലെങ്കിൽ ഒരു സംസ്കൃത ചിത്തനായിട്ട് വാക്കുകൾ സൗമ്യനായിട്ട് ഒക്കെ അത് ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു പിന്നെ നമ്മൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ചില പിന്നെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ പുറത്തു ചാടും. അത് ആരുടെ കുറ്റമാണ്? എനിക്ക് തോന്നുന്നു അതാണ് സംഭവിച്ചത്. അതിൽ PR ഏജൻസികൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു പന്ത് വെള്ളത്തിന് താഴേക്ക് അമർത്തി വെച്ചാൽ കുറെ കഴിയുമ്പോൾ പിടിവിട്ട് കഴിഞ്ഞാൽ പന്ത് മേളോട്ട് വരും. പിണറായി അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ തനി സ്വഭാവം വെളിയിൽ വന്നു. എന്തായാലും ശരി, അതിനെയും അനുകൂലിക്കാൻ ആളുണ്ട് കേരളത്തില്. അതും അദ്ദേഹത്തിന്റെ കരുത്തിന്റെയും ഒരു പിന്നെ എന്താണ് ഒട്ടും ആവശ്യമില്ലാത്ത ഈ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു
ഉൾക്കാഴ്ചയുടെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ഫലമാണെന്ന് ചിലർ പറയുന്നു. പറഞ്ഞോട്ടെ, അവരങ്ങനെ വിശ്വസിക്കട്ടെ. എന്തായാലും വസ്തുത അതൊന്നും അല്ല എന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത, അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ വസ്തുതകളെ അടിസ്ഥാനത്തിലാണോ ചോദ്യം വന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒക്കെ ആയിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇത് വരും ദിവസങ്ങളിൽ ഇത്തരം ഓരോ രാഷ്ട്രീയക്കാരുടെ ഓരോ വാക്കും ഇലക്ഷൻ ആയതുകൊണ്ട് ഇഴകീറി ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചകൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. സൂക്ഷിച്ച് പ്രസ്താവന ഇറക്കുക, അത്രയേ ഉള്ളൂ.